ഹലോ ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ഫോൺ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, ഇനി ഇവിടെ തപ്പിയിട്ട് കാര്യമില്ല, നേരെ കവലയിലേക്ക് ചെല്ല്. അച്ഛൻ പോകുന്നതിന് മുൻപേ ആ ഫോൺ വാങ്ങിയിട്ട് വാ. അത് നിങ്ങൾക്കൊന്ന് ചെയ്തൂടെ? നല്ല കാര്യമായി. നിന്റെ ഫോൺ ഞാൻ ചെന്ന് വാങ്ങാനോ? ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോവാന്ന് പറയാട്ടോ വിക്രം. ഇപ്പോൾ വേദ, അയ്യോ രാവിലെ അമ്മ എൻ്റെ അടുത്തുനിന്ന് ഫോൺ വാങ്ങിയായിരുന്നു, അപ്പോൾ അത് അച്ഛൻ്റെ റൂമിൽ തന്നെ കാണും എന്ന് പറയുമ്പോൾ, എന്നാ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? പിന്നെ ഓർമ്മ നമ്മുടെ സൗകര്യത്തിനാണല്ലോ വരുന്നത് എന്ന് പറയട്ടോ വേദ. എന്നാ പോയി നോക്ക് എന്ന് പറയണേ. എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് വിക്രം വിളിച്ചു ചോദിക്കും, എന്തായി, കിട്ടിയോ? ഇല്ല. കിട്ടിയില്ലേ എന്നും പറഞ്ഞ് വിക്രം അച്ഛൻ്റെ റൂമിലേക്ക് പോവാണേ. വേദയാണെങ്കിൽ ഷെൽഫൊക്കെ പരിശോധിക്കുന്നുണ്ട്. വിക്രം വന്നതിന് ശേഷം ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പൊക്കി നോക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടാവും കേട്ടോ ഫോൺ കണ്ടതും നമ്മുടെ വേദയാണെങ്കിൽ, അയ്യോ ദേ ഫോൺ എന്ന് പറയട്ടെ വിക്രം. ആ ഫോൺ ഇങ്ങനെ തന്നെ ആദ്യം ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ വേദ ബാക്കോട്ട് വെക്കാണ്ട് ഫോൺ, ആദ്യം ഞാൻ എൻ്റെ മുത്തശ്ശിയെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് ഫോണിൽ നോക്കുമ്പോൾ ചാർജ് ഉണ്ടായിരിക്കില്ല. ഒന്ന് ചാർജ് ചെയ്തോട്ടെ എന്നും പറഞ്ഞ് ചാർജറിന് വെക്കുകയാണേ. ഇത് കറണ്ടിൽ കുത്തിയാൽ ഓണാവുന്ന സാധനല്ലേ, നീ വിളിക്ക് എന്ന് വിക്രം പറയുമ്പോൾ, അയ്യോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കറണ്ടിൽ കുത്തി ഫോൺ വിളിക്കുമ്പോൾ പലരും മരിച്ച ചരിത്രമുണ്ട്. ഓ എങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിക്രം പറയുമ്പോൾ, അയ്യടാ എന്ന് പറയട്ടോ. ഏതാ കൊഞ്ചാതെ വേഗം ഫോൺ വിളിക്ക് പെണ്ണെ, എനിക്ക് എന്റെ ഫോൺ വർക്ക്ഷോപ്പിലുണ്ടോ എന്ന് നോക്കണം, കുറച്ച് സാവകാശം താ, നമ്മള് രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ വിക്രം പറയുന്നുണ്ട്, നീ പറയുന്നത് പോലെയൊക്കെ കേട്ട് നീ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാൻ നിന്റെ വേലക്കാരനാ? അയ്യോ അല്ലായേ, നിങ്ങളെ ആ ശ്രീകാര്യ ശ്രീനിവാസന്റെ കൂലിക്കാരനാ. പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കലും കൂലിത്തല്ലും എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രമിനെ ആകെ ചൂടാവാണ് കേട്ടോ. ദേ ശ്രീനി സാറിനെ പറ്റി മോശമായിട്ട് വല്ലതും പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. അയാളുടെ കൂടെ നടന്നാൽ നിങ്ങൾ നന്നാവോ? അതിനയാൾ സുഭാഷ് ചന്ദ്രബോസും അംബേദ്കറും ഒന്നും അല്ലല്ലോ, വെറും ഒരു ശ്രീകാര്യ ശ്രീനിവാസനല്ലേ. അപ്പോഴേക്കും നമ്മുടെ വിക്രമാണെങ്കിൽ വേദയെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങാണ് കേട്ടോ. വേദ ഇങ്ങനെ തുറിച്ചു നോക്കിയതോ, എവിടെ നിന്റെ ഫോണ് എന്നും പറഞ്ഞ ഫോൺ എടുത്ത് ഒരൊറ്റ ഏറാണേ. അത് ശരി, പെണ്ണുങ്ങളുടെ നേരെ നോക്കി അക്രമം കാണിക്കുന്നോ തന്നെ ഞാനിന്ന്. പിന്നീട് ആ തലണ എടുത്ത് അടിയോടടിയാണ് കേട്ടോ. വിക്രത്തിന്റെ കയ്യിലും മറ്റേ തലണ കിട്ടുന്നുണ്ട്. രണ്ടുപേരും അടിയോടടിയാണേ. അങ്ങനെ തല്ലു പിടിക്കുന്നതിന് ഇടയിൽ സുധാകരൻ മാഷിന്റെ കൊട്ടൻ ചുക്കാതി തൈലം ചെന്ന് നമ്മുടെ വിക്രത്തിന്റെ തലയിൽ പറ്റുകയാണ് കേട്ടോ. അപ്പൊ വേദ പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചിരിക്കും. എന്നിട്ട് പറയും, വേഗം ചെന്ന് കുളിക്കും മനുഷ്യ, അച്ഛന്റെ കാലിൽ തേക്കുന്ന കൊട്ടൻ ചുക്കാതി തൈലം നാറിയിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ വിക്രം അത് തൊട്ട് മണത്ത് നോക്കുന്നുണ്ടേ. അപ്പൊ വിക്രത്തിനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വേദയുടെ ഫോണിന് വീണ്ടും ഒരു ചവിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. ഈ മനുഷ്യന് ഭ്രാന്താ എന്ന് പറയട്ടോ വേദ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.